G20 ഉടലെടുക്കുന്നതിന് മുമ്പ് G7 എന്ന് പറഞ്ഞിട്ടുള്ള 7 സമ്പന്ന മുതലാളിത്ത രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പായിരുന്നു അത്. അപ്പോൾ അത് പല കാര്യങ്ങളിലും ലോകത്തിൻ്റെ മുതലാളിത്ത വ്യവസ്ഥ നിലനിർത്താനുള്ള നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും അവർ എടുക്കാറുണ്ട്. അങ്ങനെ എടുത്ത് അവർ ലോകത്തൊരു മുതലാളിത്ത ക്രമം സൃഷ്ടിച്ചെടുക്കുന്നതിൽ അതിൽ നിലനിർത്തുന്നതിൽ ഈ G7 വളരെ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. അതിനെതിരായിട്ട് മറ്റ് രാജ്യങ്ങൾ സംഘടിക്കുകയും അങ്ങനെ G77 എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ ഭാരതത്തിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. ആ G77 എന്നുള്ള സമ്മേളനങ്ങൾ കൃത്യമായിട്ട് നടത്തലാക്കുന്ന കാര്യങ്ങളിൽ. അങ്ങനെ G77 അങ്ങനെ ശക്തി ആർജിച്ചു വന്നപ്പോൾ അത് G7 സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറി. അവരതിൻ്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയുകയും ആ G77 വളരെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളെ അവർ ഉൾപ്പെടുത്തിക്കൊണ്ട് G20 രൂപീകരിച്ചു. അങ്ങനെയാണ് ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ ഒക്കെ ഭാരതം, അതുപോലെ തന്നെ ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇതൊക്കെ ആ ബ്രിക്സ് കൺട്രീസിൻ്റെ ഭാഗമായിട്ടുള്ളവരൊക്കെ അവർ അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്തു. അതിനുശേഷം പിന്നെ G77 പ്രവർത്തനം വളരെ ദുർബലമായി. എന്നാൽ G7 ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ട്, അവരും ഇത് നടക്കുന്നുണ്ട്. ഇതാണ് G20 ഉണ്ടായ പശ്ചാത്തലം. 2011 മുതൽ ആ G20 ഭാഗമായിട്ട് നടക്കുന്ന ലേബർ മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഉണ്ട്. അതിൻ്റെയും ഭാഗമായിട്ട് നടക്കുന്ന സമ്മേളനങ്ങളുടെ പങ്കെടുക്കാനായിട്ട് ഈ L20 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം 2011 മുതൽ ആരംഭിച്ചു. ഈ L20 സവിശേഷത എന്താണെന്ന് വെച്ചാൽ, അത് തുടങ്ങുന്ന സമയത്ത് 2011 G20 ബന്ധപ്പെട്ട 6 ഉപവിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഉപവിഭാഗമാണ് L20. പിന്നീട് അത് വലുതായി ഇത്തവണ നടന്നപ്പോൾ അത് 11 വിഭാഗങ്ങളായി. അതിലൊന്നാണ് L20. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സമ്മേളനങ്ങൾ ആദ്യം അതിൻ്റെ ഭാഗമായിട്ട് നടന്നെങ്കിലും പിന്നെ ഇത് വ്യത്യസ്തമായിട്ട് പ്രോഗ്രാംസുമായിട്ടൊക്കെ ആണ് നടക്കുന്നത്. 2022 ഡിസംബർ 1-ാം തീയതി, അതിനു മുമ്പ് ഇന്തോനേഷ്യ ആയിരുന്നു G20 ചെയർമാൻ സ്ഥാനം. ഇന്തോനേഷ്യ ഭാരതത്തിന് അധ്യക്ഷ സ്ഥാനം കൈമാറുകയും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അതിൻ്റെ അധ്യക്ഷത സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. ഏതാണ്ട് അതേ ദിവസം തന്നെ L20 അധ്യക്ഷ സ്ഥാനം ഭാരതീയ മത്സ്യസംഘത്തിന് ലഭിച്ചു. അന്ന് മുതൽ ഭാരതീയ മത്സ്യസംഘം ഇതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. അതിന് വേണ്ടിയിട്ട് ഭാരതീയ മത്സ്യസംഘം ഒരു സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു, കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെ പ്രധാനപ്പെട്ട 2 ഇവൻറ്റ്സാണ്, സംഭവങ്ങളാണ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. ഒന്ന് അമൃത്സറിൽ വെച്ച് നടന്ന അതിൻ്റെ ഇൻസെപ്ഷൻ മീറ്റിംഗ്, പ്രാരംഭ സമ്മേളനം. രണ്ടാമതായിട്ട് നടക്കുന്നത് പാറ്റ്നയിൽ വെച്ച് നടക്കുന്ന ഉച്ചകോടി സമ്മിറ്റ്. ഇങ്ങനെ ഈ 2 പ്രധാനപ്പെട്ട 2 സമ്മേളനങ്ങൾ നടക്കുകയും അതുകൂടാതെ രാജ്യവ്യാപകമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചെറിയ ചെറിയ സമ്മേളനങ്ങൾ സംസ്ഥാന തലത്തിൽ നടക്കുകയും ചെയ്തു. ഇങ്ങനെ അത് മുന്നോട്ട് പോയി. അതിൽ ഈ 20 രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള നീറുന്ന പല പ്രശ്നങ്ങളും അവിടെ ചർച്ചയിലേക്ക് വരികയും ചെയ്തു.